ആസ് എ പാർട്ട് ഓഫ് ക്ലീനിങ് സീരീസ് ഞാൻ ഇന്നലെ ടേബിളിൻ്റെ മുകൾ ഭാഗം മാത്രമേ ക്ലീൻ ചെയ്തിട്ടുണ്ടായുള്ളൂ. ടേബിളിൻ്റെ മുകൾ ഭാഗം മാത്രമല്ലല്ലോ, താഴെയും കുറച്ച് സ്പേസ് ഉണ്ട്. താഴത്തെ പറ്റി പറയുകയാണെങ്കിൽ മുകൾ ഭാഗം എത്രത്തോളം അലമ്പായിരുന്നു അതിൻ്റെ ഒരു 10 to 20 ടൈംസ് അലമ്പായിട്ടാണ് താഴ്ഭാഗം കിടന്നത്. യെസ്, കുറച്ചധികം നാളായിട്ട് ഞാൻ സാധനങ്ങളെല്ലാം കൊണ്ട് ഡംപ് ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു. അതായത് ഇപ്പോൾ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വല്ലതും തുടങ്ങിക്കഴിഞ്ഞാൽ ആ സാധനം വെക്കാൻ സ്ഥലം ഇല്ല എങ്കിൽ ഞാൻ കൊണ്ടുപോയി താഴോട്ട് ജസ്റ്റ് റാൻഡം ആയിട്ടങ്ങ് വെക്കും. അതേപോലെ തന്നെ ക്രാഫ്റ്റ് ടേബിളിൽ വെക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി താഴെ വെക്കും. ഇതായിരുന്നു എൻ്റെ ഒരു ക്രാഫ്റ്റ് റൂം റുട്ടീൻ കുറച്ചധികം നാളായിട്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് സ്നേഹം തോന്നിയിട്ട് മുന്തിരിങ്ങയൊക്കെ കൊണ്ട് തരുന്നുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഇവിടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. കാണാണ്ട് പോയ കുറച്ചധികം നാളായിട്ട് അന്വേഷിച്ചു വന്ന കുറേയധികം സാധനങ്ങൾ എനിക്ക് തിരിച്ചു കിട്ടി. റിബൺസ്, സിസേഴ്സ്, സ്കെയിൽസ്, അതെല്ലാം എനിക്ക് ഇതിനുള്ളിൽ നിന്ന് തിരിച്ചു കിട്ടി ഗൈസ്. അപ്പോൾ എന്ത് മനസ്സിലായി, ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ നമുക്കെല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ അറൗണ്ട് ഒരു 1 hour ഓഫ് ഓർഗനൈസിങ്ങിന് ശേഷം ഞാൻ എൻ്റെ താഴ്ഭാഗം ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. സംഭവം ക്ലീൻ ആയിട്ടില്ലേ. ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ ഞാൻ എടുത്ത് മാറ്റി കേട്ടോ. വേണ്ടാത്ത കുറേ അധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് കളഞ്ഞു. അപ്പം അടുത്ത വീഡിയോ എടുക്കുകയാണെന്നത് വരെ ബൈ.